എല്ലാവർക്കും ഓട്ടോമേഷൻ എഞ്ചിനീയറുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API കരേറ്റ യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന റിക്വസ്റ്റുകൾ JSON സെർവർ എന്ന ഫേക്ക് സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന API എൻഡ് പോയിന്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന എൻഡ് പോയിന്റ് ഈ ഒരു പർട്ടിക്കുലർ എൻഡ് പോയിന്റ് ആയിരിക്കും. ഞാൻ പോസ്റ്റ്മാൻ പ്ലേലിസ്റ്റിൽ ഫേക്ക് JSON സെർവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കി നിങ്ങൾക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ JSON സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അത് നോക്കി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ എൻഡ് പോയിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡമ്മി APIs ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ റിക്വസ്റ്റ് API യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോയിലെ പോസ്റ്റ്മാൻ്റെ പ്ലേലിസ്റ്റിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ JSON സെർവറിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന APIs യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്നുള്ള വെബ്സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഡമ്മി APIs യൂസ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് JSON സെർവർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തെ APIs കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം റിക്വസ്റ്റിൻ്റെ APIs ഇപ്പോൾ ഡിലീറ്റ് ഒക്കെ HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന APIs ഹിറ്റ് ചെയ്താലും യഥാർത്ഥത്തിൽ അവിടെ ഡിലീറ്റ് സംഭവിക്കുന്നില്ല. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു CRUD ഓപ്പറേഷൻ പോലെ തന്നെ വർക്കാണ്. നമുക്ക് റിയൽ ടൈം അപ്ഡേറ്റ് ഈ ഒരു പർട്ടിക്കുലർ എൻഡ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഫേക്ക് സെർവർ തന്നെ JSON ഫേക്ക് സെർവർ തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കോഡ് എഡിറ്ററിൽ ആഡ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ടെസ്റ്റ് കോഡ് എഴുതുന്നത് സോഴ്സ് ടെസ്റ്റ് ജാവ എന്നുള്ള ഫോൾഡറിനകത്താണ്. സോഴ്സ് ഫോൾഡറായ SRC ടെസ്റ്റ് ജാവ എന്നുള്ള ഫോൾഡറിനകത്താണ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുവാണ്. പാക്കേജിൻ്റെ പേര് com.test എന്ന് കൊടുത്തു. നോർമലി ജാവ പ്രൊജക്റ്റിൽ ഈ ഒരു കോഡിംഗ് കൺവെൻഷനാണ് യൂസ് ചെയ്യുന്നത്. പാക്കേജുകൾക്കെല്ലാം com. എന്ന് ആണ് സാധാരണ കൊടുക്കാറ്. അതേ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ ബെറ്റർ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത് തന്നെയായിരിക്കും. അതിനുശേഷം ആ ഒരു പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ, അതിനുശേഷം അതർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം ജനറൽ എന്ന സെക്ഷനകത്തെ ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു മീനിങ് ഫുൾ നെയിം ഈ ഒരു ഫയലിന് കൊടുക്കുക. അതിൻ്റെ എക്സ്റ്റൻഷൻ .feature എന്നുള്ളതായിരിക്കണം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. .feature എന്ന എക്സ്റ്റൻഷൻ ആണെങ്കിൽ മാത്രം ആ ഫയൽ എക്ലിപ്സ് എഡിറ്റർ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുള്ളൂ. ഞാൻ JSON സെർവർ CRUD test.feature എന്നൊരു പേര് ഈ ഫയലിന് കൊടുത്തതിന് ശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്തു. എൻ്റെ കേസിൽ ഓട്ടോമാറ്റിക്കലി ആ ഫയല് എക്ലിപ്സ് IDE ഡിറ്റക്ട് ചെയ്യും. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ എഡിറ്ററിൽ ഓൾറെഡി ഞാൻ ഒരു പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലഗിൻ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഫയൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുകയും ഒരു പ്രീഡിഫൈൻഡ് ആയിട്ട് കുറച്ച് കോഡ്സ് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നത്. ഈ കോഡ് നമുക്ക് ആവശ്യമില്ല. ഞാനിത് എല്ലാം റിമൂവ് ചെയ്യുവാണ്. അപ്പം നിങ്ങളുടെ കേസിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലഗിൻ ഇല്ലെങ്കിൽ ഈ ഫയൽ ഡിറ്റക്ട് ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെൽപ്പ് എന്നുള്ള മെനുവിൽ പോയ ശേഷം എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ആ പ്ലഗിൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. അതിൻ്റെ അകത്ത് കുക്കുംബർ എക്ലിപ്സ് പ്ലഗിൻ സെർച്ച് ചെയ്താൽ മതി. ഈ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. കുക്കുംബറിന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ പ്ലഗിൻ കറക്റ്റായി ലിസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കേസിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കാണിക്കുന്നത്. നിങ്ങളുടെ കേസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഇൻസ്റ്റാളെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിന് ഇടയ്ക്ക്
ചിലപ്പോൾ കുറച്ച് പോപ്പപ്പുകൾ കാണിക്കാം. അതൊക്കെ നമ്മൾ യേസ് കൊടുത്ത് എല്ലാം അക്സെപ്റ്റ് ചെയ്തേക്കുക. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്ലഗിൻ തന്നെ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ എക്ലിപ്സ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞും ഈ ഒരു പർട്ടിക്കുലർ ഫയൽ ഡിറ്റക്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ ഇവിടുന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വർക്കാവും. അപ്പോൾ ആ ഒരു സീക്വൻസ് ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് ഫീച്ചർ ഫയൽ ഡിറ്റക്ട് ചെയ്യുന്ന രീതി നമുക്ക് നമ്മുടെ എഡിറ്ററിന് കുക്കുംബർ എക്ലിപ്സ് പ്ലഗിന് നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഫസ്റ്റ് ഫീച്ചർ ഫയലിനകത്ത് കോഡ് ആഡ് ചെയ്യാൻ പോവാണ്, കരറ്റെ കോഡ്. ഞാൻ ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വന്ന കോഡ് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യേണ്ടത് ഫീച്ചർ എന്നുള്ള കീവേഡാണ്. കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ സജഷൻ വരും. ഇനി അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈ ഡീഫോൾട്ട് കുക്കുംബർ എക്ലിപ്സ് പ്ലഗിൻ സിൻഡെക്സ് ഹൈലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും എറർ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കാണിക്കില്ല. അത് ആ ഒരു ഒറ്റ പ്രോബ്ലമാണ് കരറ്റെ API ടെസ്റ്റിംഗ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമായിട്ട് നമുക്ക് നേരിടേണ്ടി വരുന്നു. അപ്പം നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കുക. ഈ ഫീച്ചർ കഴിഞ്ഞ ഒരു കോളൻ ഉണ്ട്, അത് കഴിഞ്ഞ സ്പേസ് മാൻഡേറ്ററി ആണ്. ആ ഒരു സ്പേസ് ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാകാതെ വരും. അപ്പം ഈ ഒരു കോഡ് തുടക്കത്തിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് കുറച്ച് ഫീച്ചർ ഫയൽ എഴുതി കഴിയുമ്പോൾ അതിനകത്ത് സിനാരിയോസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫീച്ചറിന് ഒരു മീനിങ് ഫുൾ നെയിം ഞാൻ കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡ് സെനാരിയോ എന്നുള്ളതാണ്. അത് കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ ഓട്ടോ സെഷൻ വരും. എന്ത് സെനാരിയോ എന്നുള്ളത് ഞാൻ പേര് കൊടുക്കുവാണ്. ക്രിയേറ്റ് എ ന്യൂ പേഴ്സണൽ സെനാരിയോക്ക് പേര് കൊടുത്തു. ഇനി നമുക്ക് ഗീവൺ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഗീവൺ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന എൻഡ് പോയിന്റ് ആണ് പാസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കരറ്റെ കീവേഡ് URL എന്നുള്ളതാണ്. അതിനുശേഷം ഹിറ്റ് ചെയ്യാൻ എൻഡ് പോയിന്റ് സിംഗിൾ കോട്ട്സിൽ പാസ് ചെയ്യുക. അപ്പോൾ ഗീവൺ ആൻഡ് വെൻ ദെൻ സിനാരിയോ ഫീച്ചർ ഇതെല്ലാം കുക്കുംബറിൻ്റെ കീവേഡ്സ് ആണ്. അത് ആ ഒരു കാര്യങ്ങൾ തന്നെ കരറ്റയിലും റീയൂസ് ചെയ്തിരിക്കുകയാണ് കരറ്റെ ടീം. അപ്പം ഈ നമ്മൾ പ്രീ റിക്വസൈറ്റ് അല്ലാതെ പ്രീ റിക്വസൈറ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, അതായത് ഹിറ്റ് ചെയ്യുന്ന എൻഡ് പോയിന്റ് പേലോഡ്, അതൊക്കെ നമ്മൾ ഗീവണും ആൻഡ് പോലുള്ള കീവേഡുകൾ യൂസ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ഒരു പർട്ടിക്കുലർ മെത്തേഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ് അങ്ങനെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് വെന്നും ദെൻ നമ്മൾ കീവേഡ് യൂസ് ചെയ്യുന്ന അസർഷന് വേണ്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഡ് ഈസിലി റീഡബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു റീഡബിൾ സിൻടാക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കുക്കുംബറിൻ്റെ ഭാഗം കൂടെ കരറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേലോഡ് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. അപ്പം പേലോഡ് ഞാൻ പാസ് ചെയ്യേണ്ട പേലോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് യൂസ് ചെയ്ത കീവേഡ് റിക്വസ്റ്റ് എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെൻ കീവേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഏത് മെത്തേഡാണോ, ഏത് HTTP മെത്തേഡാണോ യൂസ് ചെയ്യേണ്ടത്, ആ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി മെത്തേഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാനായിട്ട് ഏത് HTTP മെത്തേഡാണോ യൂസ് ചെയ്യേണ്ടത് ആ മെത്തേഡിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റാറ്റസ് കോഡ് അസേർട്ട് ചെയ്യാൻ വേണ്ടി ദെന്ന് കൊടുത്ത ശേഷം സ്റ്റാറ്റസിനൊരു കീവേഡ് ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ് 201 ആണ്. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു എൻഡ് പോയിന്റ് വന്നിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ
നിലവിൽ ഒറ്റ ഒരു സിംഗിൾ ID 1 ആയിട്ടുള്ളൊരു പോസ്റ്റ് ഡേറ്റ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഫീച്ചർ ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ റിക്വസ്റ്റ് ക്രിയേറ്റ് ആവും. നമുക്ക് ഇത് എങ്ങനെ റൺ ചെയ്ത് നോക്കാം. ഈ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൺ ആസ് കുക്കുംബർ ഫീച്ചർ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലോഗുകൾ തന്നെ ഓട്ടോമാറ്റിക്കലി കൺസോളിൽ വരും. ഈ ലോഗിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി HTML റിപ്പോർട്ടിൻ്റെ ലിങ്ക് കരേട്ടെ ലിസ്റ്റ് ചെയ്യും. ആ ലിങ്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ബ്രൗസറിൽ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻബിൽഡ് ആയിട്ട് തന്നെ കരേട്ടെ HTML റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ബാക്കിയുള്ള ടൂളുകളെ കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾക്ക് വേറെ ഒരു തേർഡ് പാർട്ടി ടൂളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി കരേട്ടെ തന്നെ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തോളൂ. ഇവിടെ HTML റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ഈ ഒരു ലിങ്ക് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന കരേട്ടെ വേർഷൻ ഒക്കെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വളരെ ഡീറ്റെയിൽഡ് ആണ്. നമുക്ക് ഈ റിപ്പോർട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നിലവിൽ ഒരു ഫീച്ചർ ഫയൽ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഫെയിൽഡ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് നമുക്ക് നോക്കാം. പാസ്സായിരുന്നെങ്കിൽ 0യുടെ അവിടെ 1 എന്നും റെഡ് ബോക്സിനകത്ത് 0 എന്നും വന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് നമുക്ക് നോക്കാം. എന്തോ ടൈം ഔട്ട് എക്സെപ്ഷൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സെർവർ ഒന്നുകൂടെ നോക്കാം. സെർവർ ഹിറ്റ് ആയിട്ടില്ല. നമുക്ക് സെർവറിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ കൊണ്ടാണ് അത് ഫെയിൽ ആയേക്കുന്നത്. കോഡിനകത്ത് നോക്കിയിട്ട് മിസ്റ്റേക്ക് ഒന്നും കാണില്ല. വെൻ മെത്തേഡ് പോസ്റ്റ് അതെല്ലാം കറക്റ്റാണ്. ടൈം ഔട്ട് എക്സെപ്ഷൻ ആണ് വന്നേക്കുന്നത്. നമ്മൾ ആ API കറക്റ്റായിട്ട് വർക്കാണ്. നമുക്ക് ആ സെർവർ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. Ctrl+C അടിക്കുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു എൻവയോൺ ഒന്നുകൂടെ ഇപ്പോൾ ഇവിടെ റിക്വസ്റ്റിന് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്താണ് അത് കറക്റ്റായിട്ട് വരാൻ. നമുക്കൊന്നുകൂടെ ഈ എൻഡ് പോയിൻ്റ് ഹിറ്റ് ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഇത്തവണ ഫീച്ചർ ഫയൽ പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചെറിയൊരു മൈനർ ഗ്ലിച്ച് കൊണ്ട് JSON സെർവറിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് API ഹിറ്റ് ആകാഞ്ഞാണ്. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ മുമ്പ് ആഡ് ചെയ്ത കണ്ടന്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ പേജ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ID 3 ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഒരു ഡേറ്റയും കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ പോസ്റ്റ് റിക്വസ്റ്റ് വർക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു HTML റിപ്പോർട്ടിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ ഒരു ഫീച്ചർ ആണ് നമ്മുടെ ഈ SRC ടെസ്റ്റ് അവയ്ക്കകത്തുള്ളത്. അപ്പോൾ ആ ഒരു ഫീച്ചർ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 എന്നുള്ള ആ ഗ്രീൻ ബോക്സ് കാണിക്കുന്നത്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സിനാരിയോസ് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഫീച്ചർ ഫയലിൻ്റെ പേര്, പാസ്റ്റ് എത്ര ഫീച്ചർ ഫയൽ ഉണ്ട്, എത്ര സിനാരിയോസ് ഉണ്ടെന്ന് ലിസ്റ്റിലെല്ലാം ഇവിടെ കൊടുക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈൻ ബൈ ലൈൻ, ഇപ്പോൾ 5ാമത്തെ ലൈനിലാണ് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് എഴുതിയേക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏത് ലൈനിലാണ് എറർ എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഈ മെത്തേഡ് പോസ്റ്റിനകത്ത് APIയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. എന്ത് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ്, കണ്ടന്റ് ടൈപ്പ്,
കണ്ടന്റ് ടൈപ്പ് ഒന്നും നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി കറക്റ്റ് തന്നെ കൊടുത്തോളും. പിന്നെ നമ്മൾ പാസ് ചെയ്ത പേലോഡ്, അതിനുശേഷം റെസ്പോൺസിൻ്റെ സ്റ്റാറ്റസ് കോഡ് വന്നിട്ടുണ്ട്, റെസ്പോൺസും വന്നിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ റിപ്പോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ടാഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ആ കൺസെപ്റ്റ് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ടൈം ലൈൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓരോ സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് കരാട്ടെ HTML റിപ്പോർട്ടിലുള്ളത്. നമുക്കിത് ഇൻറ്റൻഷലി ഫെയിൽ ചെയ്ത് നോക്കാം. ഫെയിൽ ആകുമ്പോഴും കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കണം. ശരിക്കും APIയുടെ സ്റ്റാറ്റസ് കോഡ് 201 ആണ്. നമ്മൾ ഇൻറ്റൻഷൻ ചെയ്ത് 200 ആക്കി മാറ്റിയിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഈ 8ാമത്തെ ലൈനിൽ അത് ഫെയിൽ ആകണം. ആ ഫെയിൽ ആകുന്ന റീസണും കറക്റ്റായിട്ട് റിപ്പോർട്ട് ലിസ്റ്റ് ആകുന്നുണ്ടോ നമുക്ക് നോക്കാം. റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഫീച്ചർ ഫയൽ ഫെയിൽ ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താ, നമുക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. 8ാമത്തെ ലൈനിലാണ് ഫെയിൽ ആയിരിക്കുന്നത്. അതിൻ്റെ റീസൺ നോക്കുമ്പോൾ സ്റ്റാറ്റസ് കോഡ് വാസ് 201. അതായത് ആ API ഹിറ്റ് ചെയ്തപ്പോൾ വന്ന സ്റ്റാറ്റസ് കോഡ് 201 ആണ്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 200 ആണ്. അതുകൊണ്ടാണ് ഫെയിൽ ആയെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള എറർ മെസ്സേജ് ഈ HTML റിപ്പോർട്ടിൽ തന്നെ വരും. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഇനി ഇൻറ്റൻഷലി ഞാൻ ചേഞ്ച് ചെയ്ത സ്റ്റാറ്റസ് കോഡ് വീണ്ടും യഥാർത്ഥ സ്റ്റാറ്റസ് കോഡാക്കി മാറ്റി ഞാൻ റിക്വസ്റ്റ് സേവ് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയാണ് കരാട്ടെ എന്ന ലൈബ്രറി യൂസ് ചെയ്ത് നമുക്ക് API ഹിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫീച്ചർ, സെനാരിയോ, ഗീവൺ ആൻഡ് വെൻ, ദെൻ ഇതെല്ലാം കുക്കുംബറിനകത്ത് യൂസ് ചെയ്തേക്കുന്ന കീവേഡ്സ് ആണ്. അതുപോലെ URL എന്നുള്ളത് എൻഡ് പോയിന്റ് പാസ് ചെയ്യാനും, റിക്വസ്റ്റിനുള്ള പേലോഡ് പാസ് ചെയ്യാനും, മെത്തേഡ് എന്നുള്ള പോസ്റ്റ് എന്നുള്ളതൊക്കെ കരാട്ടയുടെ കീവേഡാണ്. സ്റ്റാറ്റസ് കോഡ് അസേർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റസിൻ്റെ കീവേഡ് പാസ് ചെയ്യുക. അതിനുശേഷം എന്താണ് സ്റ്റാറ്റസ് കോഡ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് കൊടുക്കുക. അത്രേ ഉള്ളൂ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കരാട്ടെ ടൈപ്പ് ചെയ്യേണ്ട കോഡ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഈ സിൻറ്റക്സ് കറക്റ്റായിട്ട് സ്പേസുകളും കോളൻസും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇൻബിൽട്ടായിട്ട് HTML റിപ്പോർട്ട് നമുക്ക് അന്നേരം തന്നെ കാണാൻ പറ്റും. അത് നോക്കി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചേഞ്ചസ് വരുത്തുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയുടെ ലെങ്ത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും പ്ലേബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. 1.25 1.5 ഇട്ടാൽ മതി. ഇനിയുള്ള വീഡിയോസ് കുറച്ചുകൂടി സ്പീഡിൽ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആദ്യത്തെ 2 വീഡിയോ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയമെടുത്ത്. അപ്പം അടുത്ത വീഡിയോസിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സെഷൻ ഈ പ്ലേലിസ്റ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. കംപ്ലീറ്റ് ഒരു ഫ്രെയിം വർക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, പാരലൽ എക്സിക്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പം ആ വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.